ഈ ഒരു ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കെപ്ലറുടെ ഈ ഗ്രഹചലന നിയമങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ന്യൂട്ടൺ തന്റെ വ്യുൽക്രമവർഗ നിയമം ഒരു ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒക്കെ പ്രപ്പോസ് ചെയ്യുന്നത് കെപ്ലറുടെ ഗ്രഹചലന നിയമങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ്. പക്ഷേ കെപ്ലർ തന്റെ ഒന്നാമത്തെ നിയമത്തിൽ പറയുന്നു ഗ്രഹങ്ങൾ സൂര്യനെ വലം വെക്കുന്ന പാതയുടെ ഷേപ്പ് വൃത്തമല്ല. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കെപ്ലറുടെ ഗ്രഹചലന നിയമങ്ങളെ കുറിച്ചാണ്. ഹായ് ഡിയർ സ്റ്റുഡൻസ്, PSC എക്സാം എഴുതുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളെയും ട്രൂ ഇവന്റ് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് വിധു, ഞാൻ കൈകാര്യം ചെയ്യുന്ന സബ്ജക്ട് ഫിസിക്സ് ആണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കെപ്ലറുടെ ഗ്രഹചലന നിയമങ്ങളെ കുറിച്ചാണ്. നമുക്കറിയാം, ചലന നിയമങ്ങൾ പ്രപ്പോസ് ചെയ്ത വ്യക്തി ന്യൂട്ടൺ ആണ്. ജഡത്വത്തെ കുറിച്ച് പറഞ്ഞ ഒന്നാം ചലന നിയമം, ആക്കവ്യത്യാസത്തിന്റെ നിരക്കിനെ കുറിച്ച് പറഞ്ഞ രണ്ടാം ചലന നിയമം, പ്രവർത്തനത്തെയും പ്രതിപ്രവർത്തനത്തെയും കുറിച്ച് പറഞ്ഞ മൂന്നാം ചലന നിയമം, അങ്ങനെ 3 ചലന നിയമങ്ങൾ നമുക്ക് സംഭാവന ചെയ്ത വ്യക്തിയായിരുന്നു സർ ഐസക് ന്യൂട്ടൺ. എന്നാൽ ആകാശത്ത് ഗ്രഹങ്ങളും ചലിക്കുന്നുണ്ട്. ആകാശത്ത് ഗ്രഹങ്ങളുടെ ചലനവുമായി ബന്ധപ്പെട്ട ഗ്രഹചലന നിയമങ്ങൾ പ്രസ്താവിച്ച ആകാശത്തിലെ നിയമജ്ഞൻ എന്നറിയപ്പെട്ട വ്യക്തിയാണ് കെപ്ലർ. അപ്പൊ ഈ കെപ്ലറുടെ ഗ്രഹചലന നിയമങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് കെപ്ലറുടെ ഈ ഗ്രഹചലന നിയമങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ന്യൂട്ടൺ തന്റെ വ്യുൽക്രമവർഗ നിയമം ഒരു ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒക്കെ പ്രപ്പോസ് ചെയ്യുന്നത് കെപ്ലറുടെ ഗ്രഹചലന നിയമങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ആകാശത്തിലെ ഗ്രഹങ്ങളുടെ ചലനവുമായി ബന്ധപ്പെട്ട ഗ്രഹചലന നിയമങ്ങൾ പ്രപ്പോസ് ചെയ്ത വ്യക്തിയാണ് കെപ്ലർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കെപ്ലറെ വിശേഷിപ്പിക്കുന്നത് ലോ ഗിവർ ഓഫ് ഹെവൻ, ആകാശത്തിലെ നിയമജ്ഞൻ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് കെപ്ലർ. കെപ്ലർക്കും 3 ചലന നിയമങ്ങളുണ്ട്. കെപ്ലറുടെ ചലന നിയമങ്ങൾ ഒന്നാം ഗ്രഹചലന നിയമം, രണ്ടാം ഗ്രഹചലന നിയമം, മൂന്നാം ഗ്രഹചലന നിയമം, അങ്ങനെ കെപ്ലർക്കും 3 ഗ്രഹചലന നിയമങ്ങളുണ്ട്. ന്യൂട്ടന്റെ നിയമങ്ങൾ പോലെ തന്നെ കെപ്ലർക്കും 3 ഗ്രഹചലന നിയമങ്ങളുണ്ട്. ഒന്നാം ഗ്രഹചലന നിയമം, രണ്ടാം ഗ്രഹചലന നിയമം, മൂന്നാം ഗ്രഹചലന നിയമം. ഓക്കെ, അപ്പൊ എന്താണ് കെപ്ലർ ഈ ഒരു ഗ്രഹചലന നിയമങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോ ഞാന് ഒന്നാം ഗ്രഹചലന നിയമത്തെ കുറിച്ച് പറയുകയാണ്. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും സൂര്യനെയും അതിനെ വലം വെക്കുന്ന ഭൂമിയുടെയും ചിത്രം വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാറ്? ആദ്യം സൂര്യനെ വരയ്ക്കും, പിന്നെ സൂര്യന് ചുറ്റും വൃത്താകൃതിയിൽ ഒരു പാത വരയ്ക്കും. എന്തിനാ? ഭൂമിക്ക് ചലിക്കാനായിട്ട്. ആ വൃത്താകൃതിയിൽ വരയ്ക്കുന്ന പാതയെ നമ്മൾ വിളിക്കുന്ന പേര് ഓർബിറ്റ് എന്നാണ്. അപ്പൊ അങ്ങനെയാണ് എല്ലാ ആളുകളും ചെയ്യുന്നത്. സൂര്യനെയും ഭൂമിയെയും വരയ്ക്കാൻ പറഞ്ഞാൽ, സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയുടെ ചിത്രം വരച്ച് കാണിക്കാൻ പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന കാര്യം അതാണ്. ആദ്യം സൂര്യനെ വരച്ചു, ദെൻ ഭൂമിക്ക് സഞ്ചരിക്കാനായിട്ട് വൃത്താകൃതിയിൽ ഒരു പാത വരച്ചു, ആ പാതയെ ഓർബിറ്റ് എന്ന് വിളിച്ചു. ആ ഓർബിറ്റിലൂടെ ഭൂമി ഇങ്ങനെ സൂര്യനെ വലം വെക്കുകയാണെന്ന് നമുക്ക് കാണിച്ചു തരും. പക്ഷേ കെപ്ലർ തന്റെ ഒന്നാമത്തെ നിയമത്തിൽ പറയുന്നു ഗ്രഹങ്ങൾ സൂര്യനെ വലം വെക്കുന്ന പാതയുടെ ഷേപ്പ് വൃത്തമല്ല. ഗ്രഹങ്ങൾ സൂര്യനെ വലം വെക്കുന്ന പാതയുടെ ഷേപ്പ് വൃത്തമല്ല എന്നാണ് കെപ്ലർ ഒന്നാമത്തെ നിയമത്തിൽ പറയുന്നത്. പിന്നെ അത് ഏത് ഷേപ്പാന്ന് ചോദിച്ചാൽ ദീർഘവൃത്തം. നിങ്ങൾക്ക് ഇപ്പോ കാണാൻ സാധിക്കും, വൃത്താകൃതി അല്ല, അത് ദീർഘവൃത്തമാണ്, എലിപ്റ്റിക്കൽ ഷേപ്പാണ്. ഇതാണ് കെപ്ലർ ഒന്നാമത്തെ നിയമത്തിൽ പറഞ്ഞത്. ഗ്രഹങ്ങൾ സൂര്യനെ വലം വെക്കുന്ന പാതയുടെ ഷേപ്പ് വൃത്തമല്ല, പിന്നെ അത് ഏത് ഷേപ്പാണെന്നാ പറഞ്ഞത്? ദീർഘവൃത്തം, എലിപ്സ് ആണ് എന്ന് കെപ്ലർ പറയുന്ന നിയമത്തെയാണ് ഏത് പേരിട്ട് വിളിക്കുന്നത്? ഒന്നാം ഗ്രഹചലന നിയമം. ഗ്രഹങ്ങൾ ദീർഘവൃത്താകൃതിയിലുള്ള പാതയിലൂടെ സൂര്യനെ വലം വെക്കുന്നു എന്ന് പറഞ്ഞ നിയമത്തെയാണ് ഒന്നാം ഗ്രഹചലന നിയമം എന്ന് വിളിക്കുന്നത്. ഗ്രഹങ്ങളുടെ സഞ്ചാരപാതയായ ഓർബിറ്റിന്റെ ഷേപ്പിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒന്നാമത്തെ നിയമത്തെ വിശേഷിപ്പിക്കുന്നത് ലോ ഓഫ് ഓർബിറ്റ്സ് എന്നാണ്. പരിക്രമണ പാതകളുടെ നിയമം എന്നാണ് ഒന്നാമത്തെ നിയമത്തെ വിശേഷിപ്പിക്കുന്നത്. കാരണം ഈ നിയമം പറഞ്ഞത് പരിക്രമണ പാതയുടെ ഷേപ്പിനെ കുറിച്ചാണ്. അതുകൊണ്ട് ഈ നിയമത്തെ വിശേഷിപ്പിക്കുന്നത് പരിക്രമണ പാതകളുടെ നിയമം, ലോ ഓഫ് ഓർബിറ്റ്സ് എന്നാണ്.
ഈ ലോ ഓഫ് ഓർബിറ്റ്സ് ഒന്നാം ഗ്രഹചലന നിയമം ഒന്നാം ഗ്രഹചലന നിയമം കെപ്ലർ എഴുതി വെച്ച പുസ്തകത്തിന്റെ പേരാണ് അസ്ട്രോണമിയ നോവ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഒന്നാം ഗ്രഹചലന നിയമം കാണാൻ സാധിക്കുന്നത്. കെപ്ലറുടെ ഒന്നാം ഗ്രഹചലന നിയമം, ദ ന്യൂ അസ്ട്രോണമി എന്നർത്ഥം വരുന്ന അസ്ട്രോണമിയ നോവ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് കെപ്ലറുടെ ഒന്നാമത്തെ ഗ്രഹചലന നിയമം കാണാൻ സാധിക്കുന്നത്. എന്താ ആകെ പറഞ്ഞ പോയിന്റ്, ഗ്രഹങ്ങൾ സൂര്യനെ വലം വെക്കുന്ന പാതയുടെ ഷേപ്പ് വൃത്തമല്ല, ദീർഘവൃത്തമാണ്, എലിപ്സ് ആണ്. അപ്പൊ ആ എലിപ്റ്റിക്കൽ ഷേപ്പിലുള്ള പാത്തിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഗ്രഹത്തെ കാണാൻ സാധിക്കും. ഇതാണ് ഗ്രഹം എന്ന് വിചാരിക്കുക. ഇനി ആ എലിപ്റ്റിക്കൽ ഷേപ്പുള്ള പാത്തിൽ എവിടെയാണ് സൂര്യൻ എന്ന് ചോദിച്ചപ്പോൾ കെപ്ലർ പറഞ്ഞു, ഇവിടെ നീളം കൂടിയ ഒരു ആക്സിസ് ഉണ്ട്. ഈ ആക്സിസ് നീളം കൂടിയ ആക്സിസ് ആണ്. ഈ നീളം കൂടിയ ആക്സിസിനെ വിളിക്കുന്ന പേര് മേജർ ആക്സിസ് എന്നാണ്. പിന്നെ നീളം കുറഞ്ഞ ഒരു ആക്സിസ് ഉണ്ട്. നീളം കുറഞ്ഞ ആക്സിസിനെ വിളിക്കുന്ന പേര് മൈനർ ആക്സിസ് എന്നാണ്. ഈ മേജർ ആക്സിസും മൈനർ ആക്സിസും കൂടെ കൂട്ടിമുട്ടുന്ന സ്ഥലത്തല്ല സൂര്യൻ. പിന്നെയോ മേജർ ആക്സിസിൽ രണ്ട് ഫോക്കസ് ഉണ്ട്. ഇവിടെ ഒരു ഫോക്കസ് ഉണ്ട്, അത് കണക്ക് തന്നെ ഇവിടെ ഒരു ഫോക്കസ് ഉണ്ട്. ഈ രണ്ട് ഫോക്കസിൽ ഏതെങ്കിലും ഒരു ഫോക്കസിലായിരിക്കും ആരെ കാണാൻ സാധിക്കുന്നത്? സൂര്യനെ കാണാൻ സാധിക്കുന്നത്. ഒന്നുകിൽ ലെഫ്റ്റ് സൈഡിലെ ഫോക്കസിൽ സൂര്യൻ ഉണ്ടാവും, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലെ ഫോക്കസിൽ ആരെ കാണാൻ സാധിക്കും? സൂര്യനെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോ ദീർഘവൃത്താകൃതിയിലുള്ള പാതയിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലം വെച്ചത്. ഇതാണ് ആ ദീർഘവൃത്താകൃതിയിലുള്ള പാത. ഈ ദീർഘവൃത്താകൃതിയിലുള്ള പാതയ്ക്ക് മേജർ ആക്സിസും മൈനർ ആക്സിസും ഉണ്ട്. ഈ ആക്സിസിനെ വിളിച്ച പേരായിരുന്നു മേജർ ആക്സിസ്, ഈ ആക്സിസിനെ വിളിച്ച പേരാണ് മൈനർ ആക്സിസ്. ഈ മേജർ ആക്സിസിൽ രണ്ട് ഫോക്കസ് ഉണ്ട്. ഇത് ഒരു ഫോക്കസ് ആണ്, ഇത് വേറൊരു ഫോക്കസ് ആണ്. ഈ രണ്ട് ഫോക്കസിൽ ഏതെങ്കിലും ഒരു ഫോക്കസിലായിരിക്കും ആരെ കാണാൻ സാധിക്കുന്നത്? സൂര്യനെ കാണാൻ സാധിക്കുന്നത്. ഈ പാത്തിൽ നമുക്ക് ഈ ഒരു ഓർബിറ്റിൽ നമുക്ക് ആരെയും കാണാൻ സാധിക്കും? ഗ്രഹത്തെയും കാണാൻ സാധിക്കും. ഇനി അടുത്തത് രണ്ടാമത്തെ ലോയിലേക്ക് പോകാനുള്ള ക്ലൂ എന്താന്ന് ചോദിച്ചാൽ, ഈ സൂര്യനെ എവിടെയാണോ കണ്ടത് അതിന്റെ അടുത്തുള്ള പോയിന്റ്, സൂര്യനെ കണ്ട ഫോക്കസ് ഉണ്ടല്ലോ, ആ ഫോക്കസിന്റെ അടുത്തുള്ള പോയിന്റിനെ വിളിക്കുന്ന പേര് പെരിഹീലിയൻ എന്നാണ്. പെരിഹീലിയൻ എന്നാണ് വിളിക്കുന്നത്. സൂര്യനിൽ നിന്ന് അകന്നു നിൽക്കുന്ന പോയിന്റിനെ വിളിക്കുന്ന പേര് അപ്ഹീലിയൻ എന്നാണ്. ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് അപ്ഹീലിയൻ. സൂര്യന്റെ അടുത്ത് നിൽക്കുന്ന പോയിന്റിനെ വിളിക്കുന്ന പേര് പെരിഹീലിയൻ, സൂര്യനിൽ നിന്ന് അകന്നു നിൽക്കുന്ന പോയിന്റിനെ വിളിക്കുന്ന പേര് അപ്ഹീലിയൻ. ഒരു ഗ്രഹം പെരിഹീലിയന്റെ അടുത്ത് നിൽക്കുമ്പോൾ അതിന് സ്പീഡ് കൂടുതലായിരിക്കും. അപ്പൊ എവിടെയാണ് ഗ്രഹത്തിന് സ്പീഡ് കൂടുതലുള്ളതെന്ന് ചോദിച്ചാൽ പെരിഹീലിയന്റെ അടുത്ത് സ്പീഡ് കൂടുതലായിരിക്കും, അപ്ഹീലിയന്റെ അടുത്ത് എന്ത് കുറവായിരിക്കും? സ്പീഡ് കുറവായിരിക്കും. രണ്ടാമത്തെ നിയമത്തിലേക്ക് പോകാനുള്ള ഒരു ക്ലൂ ആണ് ആ പറഞ്ഞു വെച്ചത്. പെരിഹീലിയനിൽ സൂര്യന്റെ അടുത്ത് നിൽക്കുമ്പോൾ നല്ല സ്പീഡിൽ മൂവ് ചെയ്യും, സൂര്യനെ അകന്നകന്ന് പോകുമ്പോൾ സ്പീഡ് എന്തായിരിക്കും? കുറവായിരിക്കും. പെരിഹീലിയനിൽ നല്ല സ്പീഡിലായിരിക്കും മൂവ് ചെയ്യുന്നത്, അപ്ഹീലിയനിലേക്ക് വരുമ്പോൾ എന്ത് കുറവായിരിക്കും? സ്പീഡ് കുറവായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ നിയമത്തിലേക്ക് വരാം. എന്താണ് രണ്ടാമത്തെ നിയമം? കെപ്ലറുടെ രണ്ടാമത്തെ നിയമം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാമല്ലോ, പെരിഹീലിയനിൽ സ്പീഡ് കൂടുതലും അപ്ഹീലിയനിൽ സ്പീഡ് കുറവായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ നിയമം നമുക്കൊന്ന് നോക്കാം. കെപ്ലറുടെ രണ്ടാമത്തെ നിയമം ഇതാണ്. കെപ്ലർ പറഞ്ഞ ദീർഘവൃത്താകൃതിയിലുള്ള പാത, എലിപ്റ്റിക്കൽ ഷേപ്പിലുള്ള പാത്ത്. ഈ എലിപ്റ്റിക്കൽ ഷേപ്പിലുള്ള പാത്തില് ഇതാണ് നിങ്ങളുടെ മേജർ ആക്സിസ് എന്ന് പറയുന്നത്. ഈ മേജർ ആക്സിസിലാണ് രണ്ട് ഫോക്കസ് ഉള്ളത്. ഇതൊരു ഫോക്കസ്, ഇത് വേറൊരു ഫോക്കസ്. ഈ രണ്ട് ഫോക്കസിൽ ഏതോ ഒരു ഫോക്കസിലാണ് സൂര്യൻ. ഈ ഫോക്കസിലാണ് സൂര്യനെ കണ്ടതെന്ന് വിചാരിക്കുക. സൂര്യന്റെ അടുത്ത് നിൽക്കുന്ന ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പെരിഹീലിയൻ. അതിനൊക്കെ തന്നെ സൂര്യനിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് അപ്ഹീലിയൻ എന്നാ വിളിക്കുന്നത്. എവിടെ നിൽക്കുമ്പോഴാണ് ഗ്രഹത്തിന് സ്പീഡ് കൂടുതൽ? പെരിഹീലിയനിൽ. ഇപ്പൊ ഒരു ദിവസം നിങ്ങൾ ഒരു ഗ്രഹത്തെ ഇവിടെ കണ്ടു എന്ന് വിചാരിക്കുക. ഇതൊരു ഗ്രഹമാണ്. ഒരു ദിവസം നിങ്ങൾ നോക്കിയപ്പോൾ ഒരു ഗ്രഹത്തെ ഇവിടെ കണ്ടു. സൂര്യന്റെ അടുത്തുള്ള പെരിഹീലിയന്റെ അടുത്തായിട്ട് ഒരു ഗ്രഹത്തെ കണ്ടു. ഈ ഗ്രഹത്തിന് നിങ്ങൾ ഒരു ദിവസം സമയം കൊടുത്തു. അങ്ങനെ ഒരു ദിവസം സമയം കൊടുത്തപ്പോൾ ഈ ഗ്രഹം ഇവിടെ നോടി ഇങ്ങ് ഇവിടെ എത്തി. ഓക്കെ, പിന്നെ വേറൊരു ദിവസം ഇതേ ഗ്രഹത്തെ നിങ്ങൾ ഇവിടെ ആയിട്ട് കണ്ടു എന്ന് വിചാരിക്കുക. ഈ ഗ്രഹത്തിന് വീണ്ടും നിങ്ങൾ ഒരു ദിവസം സമയം കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം സമയം കൊടുത്താൽ ഇവൻ നേരത്തെ സഞ്ചരിച്ച ഇത്രയും ദൂരം സഞ്ചരിക്കത്തില്ല. അതിനേക്കാൾ കുറച്ച് ദൂരം മാത്രമേ സഞ്ചരിക്കത്തുള്ളൂ. ബിക്കോസ് പെരിഹീലിയനിൽ സ്പീഡ് കൂടുതലും അപ്ഹീലിയനിൽ സ്പീഡ് കുറവുമായിരുന്നു.
അതുകൊണ്ട് നേരത്തെ സഞ്ചരിച്ച അത്രയും ദിവസം അവൻ സഞ്ചരിക്കത്തില്ല. സഞ്ചരിക്കുന്ന ദൂരങ്ങൾ എന്തായിരിക്കില്ല? സെയിം ആയിരിക്കില്ല. അങ്ങനെ സഞ്ചരിക്കുന്ന ദൂരങ്ങൾ സെയിം അല്ലാത്തത് കൊണ്ട് കെപ്ലർ ആ ഏരിയ കണ്ടുപിടിച്ചു. ആദ്യത്തെ ദിവസം കണ്ടത്, രണ്ടാമത്തെ ദിവസം കണ്ടത്, ഈ ഏരിയ കെപ്ലർ കണ്ടുപിടിച്ചു. പിന്നൊരു ദിവസം ഇവിടെ കണ്ടായിരുന്നല്ലോ, അവിടെയും ഇതേ കണക്ക് ഒരു ദിവസം സഞ്ചരിച്ചപ്പോൾ ഏരിയ കെപ്ലർ കണ്ടുപിടിച്ചു. കെപ്ലർ പറഞ്ഞു ഈ രണ്ട് ഏരിയകളും സെയിം ആണ്. ആദ്യത്തെ ഏരിയയും രണ്ടാമത്തെ ഏരിയയും സെയിം ആണ്. സൂര്യനിൽ നിന്നും ഒരു ഗ്രഹത്തിലേക്ക് വരയ്ക്കുന്ന ആരം തുല്യ സമയ ഇടവേളകളിൽ രണ്ടിടത്ത് ഒരു ദിവസം കൊടുത്തെ തുല്യ സമയ ഇടവേളകളിൽ തുല്യ ഏരിയ കവർ ചെയ്യും, തുല്യ പരപ്പളവുകൾ കവർ ചെയ്യും എന്ന് പറഞ്ഞ നിയമമാണ് രണ്ടാം ഗ്രഹചലന നിയമം. സോ ഈ നിയമത്തെ പരപ്പളവുകളുടെ നിയമം എന്നാ വിളിക്കുന്നത്. രണ്ടിടത്ത് ഒരു ദിവസം സമയം കൊടുത്തെ, ആ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്ത ദൂരമല്ല സെയിം, കവർ ചെയ്ത ഏരിയകൾ സെയിം ആയിരിക്കും. അപ്പൊ ഏരിയയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് രണ്ടാമത്തെ നിയമത്തെ വിശേഷിപ്പിക്കുന്നത് പരപ്പളവുകളുടെ നിയമം, ലോ ഓഫ് ഏരിയാസ് എന്നാണ് രണ്ടാമത്തെ നിയമത്തെ വിശേഷിപ്പിക്കുന്നത്. ഈ നിയമവും എഴുതി വെച്ചിരിക്കുന്നത് അസ്ട്രോണമിയ നോവ എന്ന് പറയുന്ന അതേ പുസ്തകത്തിൽ തന്നെയാണ്. ദ ന്യൂ അസ്ട്രോണമി എന്നറിയപ്പെടുന്ന എന്ന് അർത്ഥം വരുന്ന അസ്ട്രോണമിയ നോവ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് ഈ രണ്ടാം ഗ്രഹചലന നിയമവും എഴുതി വെച്ചിരിക്കുന്നത്. അടുത്ത മൂന്നാം ഗ്രഹചലന നിയമം. മൂന്നാം ഗ്രഹചലന നിയമത്തില് ഈ മൂന്നാം ഗ്രഹചലന നിയമത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ന്യൂട്ടൺ തന്റെ വ്യുൽക്രമവർഗ നിയമമൊക്കെ പ്രസ്താവിക്കുന്നത്. കെപ്ലറുടെ മൂന്നാം ഗ്രഹചലന നിയമത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ന്യൂട്ടൺ തന്റെ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒക്കെ പ്രപ്പോസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് മൂന്നാം ഗ്രഹചലന നിയമം എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഇത് സൂര്യനാന്ന് വിചാരിക്കുക. സൂര്യനെ ഒരു തവണ ഭൂമി വലം വെച്ച് വരാൻ 365 ദിവസം എടുക്കും. നമുക്കറിയാം, ഒരു തവണ ഭൂമി ഒന്ന് വലം വെച്ച് വരാൻ 365 ദിവസം എടുക്കും. നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഭൂമിയുടെ പരിക്രമണ കാലം എന്ന് പറയുന്നത്. പരിക്രമണ കാലം, ടൈം പീരീഡ് എന്ന് പറയും. ഇനി നേരത്തെ ഞാൻ ദീർഘവൃത്താകൃതിയിലുള്ള ഒരു പാത പരിചയപ്പെടുത്തിയായിരുന്നല്ലോ. ഈ ദീർഘവൃത്താകൃതിയിലുള്ള പാതയുടെ ഏറ്റവും നീളം കൂടിയ ആക്സിസ് മേജർ ആക്സിസ് ആണ്. അതിന്റെ പകുതി ഞാൻ എടുത്താൽ അതിനെ സെമി മേജർ ആക്സിസ് എന്ന് വിളിക്കും. അപ്പൊ ഈ രണ്ടുപേരെ കുറിച്ചാണ് കെപ്ലറുടെ മൂന്നാമത്തെ നിയമത്തിൽ പറയുന്നത്. ഒരു ഗ്രഹത്തിന്റെ പരിക്രമണ കാലത്തിന്റെ വർഗവും ടൈം പീരീഡിന്റെ സ്ക്വയറും, അതുപോലെ സെമി മേജർ അക്ഷത്തിന്റെ ക്യൂബും നേരനുപാതത്തിലാണ് എന്ന് പറയുന്ന നിയമത്തെയാണ് ഏത് പേട്ട് വിളിക്കുന്നത്? മൂന്നാം ഗ്രഹചലന നിയമം. പരിക്രമണ കാലങ്ങളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഈ നിയമത്തെ പരിക്രമണ കാലങ്ങളുടെ നിയമം, ലോ ഓഫ് പീരീഡ്സ് എന്നാണ് ഈ നിയമം അറിയപ്പെടുന്നത്. സോ ലോ ഓഫ്, ആദ്യത്തെ എന്തായിരുന്നു? ആദ്യത്തത് ലോ ഓഫ് ഓർബിറ്റ്സ്, രണ്ടാമത്തത് ലോ ഓഫ് ഏരിയാസ്, മൂന്നാമത്തത് ലോ ഓഫ് പീരീഡ്സ്. ഒന്നാമത്തത് പരിക്രമണ പാതകളുടെ നിയമം, രണ്ടാമത്തത് പരപ്പളവുകളുടെ നിയമം, മൂന്നാമത്തത് പരിക്രമണ കാലങ്ങളുടെ നിയമം. ഈ നിയമം എഴുതി വെച്ചത് ഹാർമോണിസസ് മുണ്ടി എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണ് ഈ മൂന്നാമത്തെ ഗ്രഹചലന നിയമം എഴുതി വെച്ചിരിക്കുന്നത്. ദ ഹാർമണി ഓഫ് ദി വേൾഡ് എന്നറിയപ്പെടുന്ന മീൻസ് എന്ന അർത്ഥം വരുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിലാണ് മൂന്നാം ഗ്രഹചലന നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ആദ്യത്തെ രണ്ട് നിയമങ്ങളും അസ്ട്രോണമിയ നോവ എന്ന് പറയുന്ന പുസ്തകത്തിലും, മൂന്നാമത്തെ നിയമം വരുന്നത് ഹാർമോണിസസ് മുണ്ടി എന്ന് പറയുന്ന പുസ്തകത്തിലുമാണ് കെപ്ലറുടെ മൂന്നാം ഗ്രഹചലന നിയമം വരുന്നത്. ഇനി മൂന്നാം ഗ്രഹചലന നിയമം ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം: ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ്. ഒരു ഗ്രഹത്തിന്റെ പരിക്രമണ കാലത്തിന്റെ വർഗവും സെമി മേജർ അക്ഷത്തിന്റെ ക്യൂബും നേരനുപാതത്തിലാണ് എന്ന് പറയുന്ന നിയമമാണ് എന്ന് പറഞ്ഞത് കെപ്ലറുടെ മൂന്നാം ഗ്രഹചലന നിയമം. പരിക്രമണ കാലത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് പരിക്രമണ കാലങ്ങളുടെ നിയമം എന്ന് വിളിച്ചത്. ചിലപ്പോൾ ഈ രീതിയിൽ ചോദിക്കാം: ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് എന്ന് പറയുന്ന നിയമം ഏത്? മൂന്നാം ഗ്രഹചലന നിയമം. ഓർ ഇങ്ങനെ പറയാം: ആർ ക്യൂബ് ബൈ, ആറിനാണ് ക്യൂബ്, ടിക്ക് സ്ക്വയർ ആണ്, ആർ ക്യൂബ് ബൈ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അല്ലെങ്കിൽ തിരിച്ചും പറയാം: ടി സ്ക്വയർ ബൈ ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ടൈമിനാണ് സ്ക്വയർ ഉള്ളത്, ആറിന് എന്താണ്? ക്യൂബുമാണ്. സോ അങ്ങനെ പറയുന്ന നിയമം ഏതാണെന്ന് ചോദിക്കാം. അതും ഏത് തന്നെയാണ്? മൂന്നാം ഗ്രഹചലന നിയമം തന്നെയാണ്. അപ്പൊ ഈ മൂന്നാം ഗ്രഹചലന നിയമത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ന്യൂട്ടൺ
തന്റെ വ്യുൽക്രമവർഗ നിയമം ഓർ ന്യൂട്ടന്റെ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒക്കെ പ്രപ്പോസ് ചെയ്യാൻ പ്രചോദനം നൽകിയ കെപ്ലറുടെ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ മൂന്നാം ഗ്രഹചലന നിയമമാണ്. സോ ഇത്തരത്തിൽ 3 ഗ്രഹചലന നിയമങ്ങൾ, ആകാശത്തിലെ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ഗ്രഹചലന നിയമങ്ങൾ പ്രപ്പോസ് ചെയ്ത വ്യക്തിയായിരുന്നു ആരെന്ന് പറഞ്ഞത് കെപ്ലർ. ഈ കെപ്ലറുടെ ഗ്രഹചലന നിയമങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്തി എന്ന പ്രതീക്ഷയിൽ നമ്മൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഓൾ.